പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6270 എന്ന പ്രിന്ററിന്റെ മെയിൻ്റെനൻസ് ബോക്സ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ L6270 എന്ന പ്രിന്റർ കുറേ പേജ് പ്രിന്റ് ചെയ്താൽ വരുന്നൊരു പ്രോബ്ലമാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് ബോക്സ് ഫുള്ള് ആണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ഇത് വാറണ്ടി ഉള്ള പ്രിന്റർ ആണെങ്കിലും ഇത് വാറണ്ടി കവറേജ് അല്ല. ഈ ഒരു പാർട്ട് നിങ്ങൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾ അതിന് പെയ്ഡ് ആയിട്ട് മാറ്റേണ്ടി വരിക, ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഈ T04 സ്ക്രീനിൽ കാണുന്ന പോലെ T04D1 എന്ന മെയിൻ്റെനൻസ് ബോക്സ് ആദ്യം പർച്ചേസ് ചെയ്യണം. എന്നിട്ട് പ്രിന്ററിൻ്റെ റൈറ്റ് സൈഡിൽ പിറകു വശത്തോട്ട് വരിക. കയ്യിലൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ കരുതണം. മൈനസ് സ്റ്റാർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് അവിടെ കാണുന്ന ഒരു സ്ക്രൂ നിങ്ങൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തുകൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ആ സ്ക്രൂ റിമൂവ് ചെയ്യുകയാണ്. ഡോർ ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മെയിൻ്റെനൻസ് ബോക്സ്. ഇതാണ് പഴയ മെയിൻ്റെനൻസ് ബോക്സ് ആണ്. അത് ആകെ ഇങ്ക് നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ചിപ്പാണ് നമ്മളെ പ്രശ്നം. കാരണം ആ ചിപ്പ് നമ്മളെ പേജ് കൗണ്ട് ചെയ്യുന്നതാണത്, ഇത്ര പേജ് ആകുന്ന സമയത്ത് മാറ്റണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മാറ്റി വെച്ചാൽ നമ്മൾ പുതിയ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് T04D1 എന്ന പാർട്ട് നമ്പർ വരുന്ന ഈ ഒരു കോഡുള്ള മെയിൻ്റെനൻസ് ബോക്സ് തന്നെ വാങ്ങാൻ പാടുള്ളൂ. വേറെ സീരീസ് ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഇതേപോലെ ഒറിജിനലോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ക് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ മെയിൻ്റെനൻസ് ബോക്സ് പുറത്തോട്ട് വെക്കുകയാണ്. മെയിൻ്റെനൻസ് ബോക്സിൽ നിന്ന് കവർ റിമൂവ് ചെയ്യുക. ആ കവർ നമുക്ക് പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഇട്ടാണ്ട് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ മെയിൻ്റെനൻസ് ബോക്സിൽ പുതിയ നല്ല വൈറ്റ് കളറായിട്ടുള്ള പഞ്ഞി തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലല്ലോ, ഇതാണ് മെയിൻ്റെനൻസ് ബോക്സ് പുതിയത് വരുന്നത്. തീരെ വെയിറ്റ് ഉണ്ടാവില്ല, പഴയത് നല്ല വെയിറ്റ് ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഈ ചിപ്പ് മസ്റ്റായിട്ട് ഉണ്ടാവണം. അതേപോലെ ആ സെയിം പാർട്ട് നമ്പർ ആവണം. എന്നിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് മെയിൻ്റെനൻസ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡോറ് വെച്ച് ക്ലോസ് ചെയ്യണം. ആ ഇൻസേർട്ട് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നതല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുക്കുകയും വേണം. ഇനി പഴയ മെയിൻ്റെനൻസ് ബോക്സ് ഒറ്റയടിക്ക് ഒഴിവാക്കരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു കവർ നമ്മൾ ആദ്യം പുതിയ മെയിൻ്റെനൻസ് ബോക്സ് വന്ന പാക്കിംഗ് കവർ ഉണ്ടല്ലോ, ആ പാക്കിംഗ് കവറിൽ ഇട്ടിട്ട് വേണം അത് ഒഴിവാക്കാൻ. അപ്പോൾ പഴയ മെയിൻ്റെനൻസ് ബോക്സ് അതിലോട്ട് വെക്കുക. എന്നിട്ട് കവർ നന്നായിട്ട് പാക്ക് ചെയ്യണം. ടാപ്പ് ചെയ്ത് വെക്കണം. അത് മസ്റ്റായിട്ട് ആ ക്ലിപ്പ് കണ്ടില്ലേ, അതേപോലെ പാക്ക് ചെയ്തിരിക്കണം. പുറത്തോട്ട് ഇങ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നോർമൽ കേസിൽ നമ്മൾ കവറല്ലാതെ ഒഴിവാക്കുന്ന സമയത്ത് ആ സ്ഥലം ഏരിയ ആകെ ഇങ്ക് കൊണ്ട് വൃത്തികേടാവുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കവർ കൊടുക്കുന്നത് കമ്പനി. അപ്പോൾ ആ കവറിൽ തന്നെ പാക്ക് ചെയ്താണ്ട് വേണം ഒഴിവാക്കാൻ. ആ ബോക്സിൽ തന്നെ നമ്മൾ പഴയത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ തിരിച്ച് പ്രിൻ്ററിലേക്ക് വരാം. പ്രിൻ്ററിലെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഡൺ എന്ന് കൊടുക്കുന്നതോടുകൂടി ജസ്റ്റ് ഒരു പ്രോസസ്സിങ് എന്നൊരു മെസ്സേജ് ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ടു പ്രിൻ്റ് എന്ന ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്നതാണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ എറർ മെസ്സേജ് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എറർ മെസ്സേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മെയിൻ്റെനൻസ് ബോക്സിൻ്റെ അവിടെ വാണിംഗ് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.